ഹലയ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ഗുരു ഡങ്ങണബയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും. നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ഓമഫവായത് വ്യവധപൻ മൻ ആണ് നാമപാണ്. 2025 ഓഗസ്റ്റ് 1 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു ദാമമേവ സംഘടന പാവഭാവവധത ഉപവിഭാഗത്തിൽ പെടുന്നു. ജൈവവടനപനധമയെ 59 സംഘടനകളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.4. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.9 പോയിന്റ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണ്. 4 എന്ന സ്കോറിനെതിരെ ബാധകമായത ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. പകധവ ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. ബോധവ 68% മാറ്റം കാണിച്ചു. 33.1% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം ബാധകവധത $42, 3 ബില്യൺ മൂല്യം. 1124.8 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം $4.89 ബില്യൺ. 1087 ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം 1087 ബില്യൺ ഡോളറാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ബോധവ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.376%. പുസ്തക മൂല്യം 0.45%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $7 കൂടെ 23 സെന്റ് 4 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 148%. കമ്പനിയുടെ കടങ്ങളുടെ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 19.4 ആണ്. 30.8 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $2184 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $2739 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 4 ആണ്. ഉപവിഭാഗം 7 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക. നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $10.5 ബില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $12,620 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 20.8%. ഉപവിഭാഗത്തിന്റെ ശരാശരി 22.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.509%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 35% കൂടുതലാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $3,678,000. ഉപവിഭാഗത്തിന് $4,974,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം $189,900. ഉപവിഭാഗം ശരാശരി $161,500. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $913,000 ആണ്. ഉപവിഭാഗം $706,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും സ്കോർ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 1%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ 4.5%. സൂചകം റധവ 14 കമ്പനിക്ക് 77% ലെവൽ കാണിക്കുന്നു. പാതകവാദത ഉപവിഭാഗത്തിന് മധവ ലെവൽ 14 71%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $91 കൂടെ 74 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $83.8 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. റഫറൻസ് സിസ്റ്റം നിലവിലെ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി പാതകവാദത വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരുലമണമയോ